Hi students, today we are going to study about raster scan displays. Previous video locke njan ee oru term upayogichittunde raster scan displays ennallathu. Okay, appo adu endaanennu korchude onnu detail aayittaanu nammal ee sectionil nammal padikkunnathu. Endana raster scan displays? നമ്മൾ അധിക CRT യിലും ഇപ്പോൾ CRT എന്ന് അധിക ടെലിവിഷൻ സിസ്റ്റത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് raster scan displays ആണ്. അപ്പോൾ ഈ raster scan displays എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ raster scan displays ന്ന് വരുന്ന ഇലക്ട്രോൺ ബീം സ്ക്രീനിന് കമ്പ്യൂട്ടർ സ്ക്രീൻ ആയിക്കോട്ടെ ഇല്ല ടെലിവിഷൻ സ്ക്രീൻ ആയിക്കോട്ടെ അതിനെന്ത് ചെയ്യുന്നു സ്വീപ്സ് ചെയ്യുന്നു അക്രോസ് ദ സ്ക്രീൻ സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, സ്വീപ്സ് അക്രോസ് ദ സ്ക്രീൻ. എങ്ങനെയാണ് സ്വീപ്പ് ചെയ്യുന്നത്? ഫ്രം സ്ക്രീനിൻ്റെ ടോപ്പ് മുതൽ ബോട്ടം വരെ ഒരു പ്രത്യേക രീതിയിൽ അതെന്ത് ചെയ്യുന്നുണ്ട്, സ്വീപ്പ് ചെയ്യുന്നുണ്ട്. ഓരോ സമയത്തും ഓരോ റോനെയാണ് അത് സ്വീപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ടോപ്പിൽ നിന്ന് തുടങ്ങി ഒരു റോ സ്വീപ്പ് ചെയ്തു, നെക്സ്റ്റ് റോനെ സ്വീപ്പ് ചെയ്ത് അങ്ങനെ ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് സ്വീപ്പ് ചെയ്തു, അല്ലെങ്കിൽ റോ ബൈ റോ ആയിട്ട് സ്വീപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് എവിടെ എത്തുന്നു? ബോട്ടത്തിലെത്തുന്നു. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഈ ഇങ്ങനെ സ്വീപ്പ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഇല്ലുമിനേറ്റഡ് പാറ്റേൺ ഉണ്ടെങ്കിൽ, കാരണം ഈ ഇലക്ട്രോൺ ബീം വന്ന് ഓരോ പിക്സലിൻ്റെ മുകളിൽ പതിക്കുകയല്ലേ ചെയ്യുന്നത് ഈ സ്വീപ്പ് ചെയ്യുമ്പോൾ. സോ അവിടെ ഏതെങ്കിലും ഒരു പാറ്റേണിൻ്റെ അകത്ത് ഇല്ലുമിനേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളൊക്കെ ഓൺ ആവുകയും ഓഫ് ആവുകയും ഒക്കെ കിടക്കും. ഇൻറ്റൻസിറ്റി റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലുമിനേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ഓണായിട്ട് കിടക്കും, അല്ലെങ്കിൽ അത് ഓഫായി കിടക്കും. ഓണായി കിടക്കുന്ന പിക്സൽസിൻ്റെ ഒരു ഗ്രൂപ്പാണ് നമുക്ക് ഇമേജസ് നൽകുന്നത്. ഓക്കെ, അപ്പോൾ raster scan displays are most common type of graphics monitor which employs CRT. That is important. CRT ഇല്ല, കാഥോഡ് റേ ട്യൂബ് ഇപ്പോഴത്തെ സിസ്റ്റത്തിലൊന്നും കാഥോഡ് റേ ട്യൂബ് ഇല്ല. പഴയകാല കമ്പ്യൂട്ടറിലും പഴയകാല ടെലിവിഷൻ സെറ്റുകളിലൊക്കെയാണ് CRT ഉള്ളത്, ഒരു ട്യൂബ് സ്ട്രക്ചർ. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, പഴയ കാലത്തുള്ള ടെലിവിഷൻ ആയിക്കോട്ടെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ആയിക്കോട്ടെ അതിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് പ്രൊജക്റ്റ് ചെയ്തിട്ട് കാണാം അല്ലേ. അപ്പോൾ ആ പ്രൊജക്ഷൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അത് ഉപയോഗിക്കുന്നത് എന്താണ്? CRT ആണ് അതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചത്. ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചത് എന്താണ്? CRT, കാഥോഡ് റേ ട്യൂബാണ് ഉപയോഗിച്ചത്. അതിപ്പം കാഥോഡ് റേ ട്യൂബ് ഇപ്പം നമ്മൾ ഉപയോഗിക്കാറില്ല. അതിന് കുറച്ച് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കാഥോഡ് റേ ട്യൂബ്. നമ്മുടെ സിസ്റ്റമൊക്കെ ഫെയിലിയർ ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ അതെടുത്ത് കളയും. അത് എൻവയോൺമെൻറ്റിന് ഒരുപാട് പ്രശ്നമുണ്ട്. ഈ കാഥോഡ് റേ ട്യൂബിലൊക്കെ ഒരുപാട് റേഡിയേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ കംപ്ലീറ്റ്ലി കാഥോഡ് റേ ട്യൂബ് നമ്മൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഈ raster scan ഡിസ്പ്ലേസ് ഗ്രാഫിക്സ് മോണിറ്ററാണ് കോമൺലി ഇൻ CRT കാഥോഡ് റേ ട്യൂബിൽ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ടെലിവിഷൻ ടെക്നോളജി. In raster scan system, electron beam sweeps across the screen. Screen-ന്റെ മുകളിലൂടെ എന്ത് ചെയ്യും? സ്വീപ്സ് ചെയ്യും ഫ്രം ടോപ്പ് ടു ബോട്ടം, കവറിങ് വൺ റോ അറ്റ് എ ടൈം. ഒരു സമയത്ത് ഒരു റോനെ മാത്രം കവർ ചെയ്തുകൊണ്ട് നെക്സ്റ്റ് റോന അങ്ങനെ സീക്വൻഷ്യലി എന്ത് ചെയ്യും? സ്വീപ്സ് ചെയ്യും. A pattern of illuminated pattern of spots is created by turning beam intensity on and off as it moves across each row. ഓരോ റോയിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺ ബീം വന്ന് പതിക്കുന്ന സമയത്ത് ഇല്ലുമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇല്ലുമിനേറ്റ് ചെയ്യും സ്പോട്ട്സ്. ചില ഏതെങ്കിലും ഒരു സ്പോട്ട് പിക്സൽ ഉണ്ട്, അത് ഇല്ലുമിനേറ്റ് ചെയ്യും. അതിന് ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് തീവ്രതയ്ക്ക് അനുസരിച്ച് കുറച്ച് ഡാർക്കായിട്ടോ അല്ലെങ്കിൽ ഡാർക്ക് ഓറഞ്ചോ ഒക്കെ അതിനനുസരിച്ചായിട്ട് അത് എന്ത് ചെയ്യും? ഇല്ലുമിനേറ്റ് ചെയ്യും. ചിലത് ഇല്ലുമിനേഷൻ നടക്കുക എന്ന് പറയുമ്പോൾ അത് ഓൺ ആയിരിക്കും, ഇല്ലുമിനേറ്റ് ചെയ്യാത്ത അവസ്ഥയിൽ അത് ഓഫ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് ജസ്റ്റ് ഇതിൻ്റെ raster scan ഡിസ്പ്ലേസിൻ്റെ ഡെഫിനിഷനാണ്. അപ്പോൾ ഇതിലൊന്നും പൂർണ്ണമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചൊന്നുമില്ല. നെക്സ്റ്റ് പിക്ചോറൽ റെപ്രസെൻറ്റേഷൻ വരുന്നുണ്ട്, ആ സമയത്ത് കൂടുതലായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് റിഫ്രഷ് ബഫർ അല്ലെങ്കിൽ ഫ്രെയിം ബഫർ. അതെന്തായിരുന്നു? മെമ്മറി ഏരിയ ആണ് അല്ലേ. കമ്പ്യൂട്ടറിൽ നമ്മുടെ ഈ ഡിസ്പ്ലേ സ്ക്രീനിൽ ഇമേജസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ സ്ക്രീനിൽ എന്താണോ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കേണ്ടത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും, ഏത് പിക്സലാണ്, ഏത് എത്രത്തോളം ഇൻറ്റൻസിറ്റി ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ ഇൻഫോർമേഷൻസും നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഒരു ഏരിയ ആണ് എന്താണ്? ഫ്രെയിം ബഫർ അല്ലെങ്കിൽ റിഫ്രഷ് ബഫർ. എ മെമ്മറി ഏരിയ കോൾഡ് റിഫ്രഷ് ബഫർ ഓർ ഫ്രെയിം ബഫർ സ്റ്റോർസ് പിക്ചർ ഡെഫിനിഷൻ. പിക്ചറിൻ്റെ ഡെഫിനിഷൻ കംപ്ലീറ്റ് അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്.
This memory area holds intensity values for all screen points. നമ്മുടെ സ്ക്രീനിലുള്ള എല്ലാ പോയിന്റ്സും, സ്ക്രീനിലുള്ള പോയിന്റ്സിന് നമ്മൾ പ്രത്യേക ഒരു പേര് വിളിക്കും അല്ലേ, പിക്സൽ എന്ന് പറയും അല്ലേ. അപ്പം അങ്ങനെ സ്ക്രീനിലുള്ള എല്ലാ പോയിന്റ്സിൻ്റെയും ഇൻറ്റൻസിറ്റി വാല്യൂസ് ഈ മെമ്മറി ഏരിയയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രെയിം ബഫറിൽ. Stored intensity values are restored from frame buffer and painted on screen, taking one row at a time. അപ്പോൾ നമ്മൾ ഈ ഒരു പിക്ചർ ഡെഫിനിഷൻ കംപ്ലീറ്റ് നമ്മൾ ഫ്രെയിം ബഫറിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ആ ഫ്രെയിം ബഫറിന് ഈ ഒരു പിക്ചർ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണമെങ്കിൽ അതെന്ത് ചെയ്യും, റീസ്റ്റോർ ചെയ്യും ഫ്രം ഫ്രെയിം ബഫർ. ഫ്രെയിം ബഫറിൻ്റെ അകത്തുനിന്ന് ആ സ്റ്റോർ ചെയ്തിട്ടുള്ള ഇൻറ്റൻസിറ്റി വാല്യൂസ് നമ്മൾ റീസ്റ്റോർ ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യും ഓൺ ദ സ്ക്രീൻ. സ്ക്രീനിൽ നമ്മൾ അത് പെയിൻറ്റ് ചെയ്യും, നമ്മളല്ല കമ്പ്യൂട്ടർ. ഓക്കെ, പെയിൻറ്റഡ് ഓൺ സ്ക്രീൻ ടേക്കിംഗ് വൺ റോ അറ്റ് എ ടൈം. ഒരു സമയത്ത് ഒരു റോ ആണ് എന്ത് ചെയ്യുന്നത്, പെയിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഒരു സമയത്ത് ഒരു റോ എന്ന് പറയുന്ന സമയത്ത് ഒരു റോ കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടല്ല അടുത്ത റോ, പെട്ടെന്ന് സ്കാനിങ് കഴിയും. ഓക്കെ, അപ്പോൾ ഈച്ച് സ്ക്രീൻ പോയിന്റ് ഈസ് റെഫേർഡ് ടു ആസ് പിക്സൽസ്. ഓരോ സ്ക്രീനിൽ ഓരോ പോയിന്റും പിക്സൽസ് ആണ്. ഓൺ എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിസ്റ്റം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ ഒരു പിക്സൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ഒരു ബിറ്റ് മതി. നമ്മൾ ഓൾറെഡി അത് കണ്ടു മോണോക്രോമാറ്റിക് ഫ്രെയിം ബഫറിൻ്റെ അകത്ത് അല്ലേ, ഒരു വീഡിയോ നമ്മളത് കണ്ടു മോണോക്രോമാറ്റിക് ഫ്രെയിം ബഫറിൻ്റെ. അപ്പോൾ ഒരു പിക്സൽ എന്ന് പറയുമ്പോൾ അതിന് അല്ലെങ്കിൽ എന്തായിരിക്കും, 1 ബിറ്റ് ആണ് ഉപയോഗിക്കുക. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിസ്റ്റത്തിൽ ഒരു പിക്സൽ എന്ന് പറയുന്നത് 1 ബിറ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ നമ്മൾ ആ ഒരു പിക്സലിൻ്റെ അല്ലെങ്കിൽ സ്ക്രീനിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജസിൻ്റെ ഇൻഫർമേഷൻ, ആ ഇമേജസിൻ്റെ ഡെഫിനിഷൻ സ്റ്റോർ ചെയ്യുന്ന ആ ഫ്രെയിം ബഫറിന് ഒരു പ്രത്യേക പേര് പറയും. അതിനാണ് ബിറ്റ് മാപ്പ് എന്ന് പറയുന്നത്. അതിനൊരു പ്രത്യേക പേര് പറയും, എന്താണ്, ബിറ്റ് മാപ്പ്. പക്ഷേങ്കിൽ ഒരു പിക്സലിനെ നമ്മൾ മൾട്ടിപ്പിൾ ബിറ്റ്സ് ഉപയോഗിച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു വിചാരിക്കുക. ഒരു പിക്സലിന് മൾട്ടിപ്പിൾ ബിറ്റ്സ്, കളർ സിസ്റ്റത്തിലൊക്കെ എന്താണ്, ഒരു പിക്സലിനെ നമുക്ക് പോയിന്റ് ചെയ്യണമെങ്കിൽ മൾട്ടിപ്പിൾ ബിറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സിമ്പിൾ കളർ സിസ്റ്റത്തിൽ നമ്മളത് പഠിച്ചിട്ടുണ്ട്, പിന്നെ കോംപ്ലക്സ് കളർ ഫ്രെയിം ബഫറിനകത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു പിക്സലിനെ റെപ്രസെന്റ് ചെയ്യാൻ മൾട്ടിപ്പിൾ ബിറ്റ്സ് ആവശ്യമായിട്ട് വരുന്ന കേസസിൽ അതിൻ്റെ ഇൻഫർമേഷനൊക്കെ നമ്മൾ ആ ഫ്രെയിം ബഫറിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുമല്ലോ. ഫ്രെയിം ബഫർ ഓർ റിഫ്രഷ് ബഫർ, ദാറ്റ്സ് എ സ്പെഷ്യൽ മെമ്മറി, ഗ്രാഫിക്സ് മെമ്മറി. അപ്പോൾ അതിന് പറയുന്ന പേരാണിത് പിക്സ് മാപ്പ്. ഒരു പിക്സലിന് പകരം ഒരു പിക്സലിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ബിറ്റ്സ് യൂസ് ചെയ്യുന്നത്. സോ അത്രയും ഇൻഫർമേഷൻസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഫ്രെയിം ബഫറിന് പറയുന്ന പേരാണ് പിക്സ് മാപ്പ്. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു, ബിറ്റ് മാപ്പ് ആൻഡ് പിക്സ് മാപ്പ്. In raster scan systems, refreshing is done at a rate of 60 to 80 frames per second. അപ്പോൾ ഒരു സ്ക്രീന് ഒരു സെക്കൻഡിൽ 60-80 പ്രാവശ്യമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്രഷ് ചെയ്യുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് കാണുമല്ലോ, നമുക്ക് ആ ഇമേജസ് അവിടെ നിൽക്കുന്നതായിട്ടാണ് തോന്നുക അല്ലേ. അപ്പോൾ ഒരു എന്താണ് റാസ്റ്റർ സ്കാൻ സിസ്റ്റത്തിൽ റിഫ്രഷിംഗ് റേറ്റ് എന്ന് പറയുന്നത്, റിഫ്രഷിംഗ് ഇസ് ഡൺ at a rate of 60 to 80 frames per second. ഒരു സെക്കൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, 60 മുതൽ 80 വരെയുള്ള ഫ്രെയിംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കാൻ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് അപ്പോൾ വെച്ചാൽ ഒരു പ്രാവശ്യം നമ്മൾ സ്കാൻ ചെയ്തു, അപ്പം നെക്സ്റ്റ് പിന്നെയും സ്കാൻ ചെയ്ത് പിന്നെയും സ്കാൻ ചെയ്തു, അങ്ങനെ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് 60 to 80 ഫ്രെയിംസ് പെർ സെക്കൻഡ്. അപ്പോൾ നമുക്കൊരു പിക്ചർ അവിടെ കോൺസ്റ്റന്റ് കിട്ടും. കാരണം ടോപ്പിൽ നിന്ന് നമ്മൾ സ്കാൻ ചെയ്തു ബോട്ടത്തിലെത്തി, നെക്സ്റ്റ് വീണ്ടും എന്ത് ചെയ്യും, ടോപ്പിലേക്ക് പോകും, സ്കാൻ ചെയ്യും. അപ്പോൾ ഒരു ഫ്രെയിം കഴിഞ്ഞു, നെക്സ്റ്റ് വീണ്ടും നമ്മൾ ടോപ്പിലെത്തിയിട്ട് ലൈൻ റോ ബൈ റോ ആയിട്ട് സ്കാൻ ചെയ്ത് നമ്മൾ എന്താണ് ബോട്ടത്തിലെത്തണം. അപ്പോൾ 2 ഫ്രെയിമായി. ഓക്കെ, പിന്നെയും നമ്മൾ നെക്സ്റ്റ് എന്താണ് ടോപ്പ് പോയിട്ട് പിന്നെയും ഈ റാസ്റ്റർ സ്കാൻ ചെയ്തിട്ട് ബോട്ടത്തിലെത്തണം. അപ്പോൾ അങ്ങനെ 60 to 80 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ അത് റിഫ്രഷ് ചെയ്യുന്നുണ്ട്. സോ ദ റിഫ്രഷ് റേറ്റ്സ് ആർ ഓൾസോ സംടൈംസ് ഡിസ്ക്രൈബ്ഡ് ഇൻ യൂണിറ്റ്സ് ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ഓർ ഹേർട്സ്. അപ്പോൾ ഈ റിഫ്രഷ് റേറ്റ്സ് നമ്മൾ സാധാരണ ഡിസ്ക്രൈബ് ചെയ്യുക ഏത് യൂണിറ്റിലാണെന്ന് വെച്ചാൽ സൈക്കിൾസ് പെർ സെക്കൻഡ്. ഓക്കെ, അതിന് ഹേർട്സ്, സൈക്കിൾസ് പെർ സെക്കൻഡ് ഹേർട്സ്. where a cycle corresponds to 1 frame. ഈ സൈക്കിൾ എന്ന് പറയുന്നത് corresponds to 1 frame. അപ്പോൾ സൈക്കിൾ
ഓക്കെ, അപ്പോൾ റിഫ്രഷ് റേറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ്, ഹെർട്സ്. അപ്പോൾ സൈക്കിൾ എന്ന് പറയുന്നത് ദാറ്റ് കറസ്പോണ്ട്സ് ടു 1 frame. At the end of each scan line, electron beam begins to display next scan line after returning to left side of screen. Okay, അപ്പോൾ that means ഒരു സ്കാൻ ലൈൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ, that is one row of the screen, സ്ക്രീനിന്റെ ഒരു റോ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇലക്ട്രോൺ ബീം എന്താ ചെയ്യുക, നെക്സ്റ്റ് സ്കാൻ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്, നമ്മുടെ സ്ക്രീനിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരും. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് വരും. അപ്പോൾ ഈ റിട്ടേൺ ടു ദ ലെഫ്റ്റ് ഓഫ് സ്ക്രീൻ ആഫ്റ്റർ റിഫ്രഷ് ഓഫ് ഈച്ച് സ്കാൻ ലൈൻ, ഓരോ സ്കാൻ ലൈനിന്റെ റിഫ്രഷിന് ശേഷം തിരിച്ചിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്നതിന് പറയാം ഹൊറിസോണ്ടൽ റീട്രേസ് എന്നാണ് പറയുക. അതിനെന്താ പറയുക, ഹൊറിസോണ്ടൽ റീട്രേസ് ഓഫ് ഇലക്ട്രോൺ ബീം. അങ്ങനെ ഹൊറിസോണ്ടൽ റീട്രേസ് കംപ്ലീറ്റ് ആയ ശേഷം ഇത് ബോട്ടത്തിൽ എത്തിപ്പെടും അല്ലെ. ബോട്ടത്തിൽ എവിടെയാ, സ്ക്രീനിന്റെ ബോട്ടം റൈറ്റിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും അത് തിരിച്ചെങ്ങോട്ടേക്കാ പോകുക, നമ്മൾ സ്ക്രീനിന്റെ ടോപ്പ് ലെഫ്റ്റിലാണ് പോവുക. അതിന് പറയാ വെർട്ടിക്കൽ റീട്രേസ് എന്നാണ് പറയാ. അതിന് എന്താ പറയാ, വെർട്ടിക്കൽ റീട്രേസ്. അപ്പം എന്താണ് ഹൊറിസോണ്ടൽ റീട്രേസ്, എന്താണ് വെർട്ടിക്കൽ റീട്രേസ് എന്നത് നമുക്ക് നന്നായിട്ട് ഈ ഒരു പിക്ചറിന് മനസ്സിലാക്കാം. അപ്പം സപ്പോസ് ദിസ് ഈസ് ദ സ്ക്രീൻ. ഓക്കെ, അപ്പോൾ സ്ക്രീന് സ്കാൻ ചെയ്യാണ്, ദിസ് റോ ബൈ റോ. ഇതൊക്കെ എന്താണ് ഡോട്ടഡിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് പിക്സൽസ് ആണ്. അപ്പോൾ ഇത് ഫസ്റ്റ് സ്കാനിങ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, ഇവിടെ നിന്നാണ് ഫസ്റ്റ് സ്കാനിങ്. ദാറ്റ് ഈസ് ദ സ്ക്രീനിന്റെ ടോപ്പ് ലെഫ്റ്റില്. അപ്പോൾ ഒരു ലൈൻ നമ്മൾ സ്കാൻ ചെയ്ത ശേഷം നെക്സ്റ്റ് ഇലക്ട്രോൺ ബീം എവിടത്തേക്കാ പോവുക, സ്ക്രീനിന്റെ ലെഫ്റ്റ് സൈഡിൽ എന്ന് പറഞ്ഞു അല്ലേ. അതിനാണ് എന്ത് പറയുക, ഹൊറിസോണ്ടൽ റീട്രേസ്. എന്നിട്ട് ഈ ഒരു റോ കംപ്ലീറ്റ് സ്കാൻ ചെയ്ത ശേഷം ഇലക്ട്രോൺ ബീംസ് കംസ് ടു ഹിയർ ദ ലെഫ്റ്റ് സൈഡ്. ദിസ് ഈസ് നോൺ ആസ് ഹൊറിസോണ്ടൽ റീട്രേസ്. അങ്ങനെ എല്ലാ ഹൊറിസോണ്ടൽ റീട്രേസും കംപ്ലീറ്റ് ആക്കിയ ശേഷം ഇവിടെ എത്തിപ്പെടും ലാസ്റ്റ് അല്ലേ. ഇത് ഏതാ പോർഷൻസ്, നമ്മുടെ സ്ക്രീനിന്റെ ബോട്ടം റൈറ്റ് സൈഡ്. അപ്പൊ അവിടുന്ന് പിന്നെ എങ്ങോട്ടേക്കാ ഇലക്ട്രോൺ ബീം പോവാ, വേഗം തിരിച്ച് നമ്മുടെ സ്ക്രീനിന്റെ ടോപ്പ് ലെഫ്റ്റിൽ എത്തിപ്പെടുന്നത്. ദിസ് ഈസ് നോൺ ആസ് വെർട്ടിക്കൽ റീട്രേസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഹൊറിസോണ്ടൽ റീട്രേസും വെർട്ടിക്കൽ റീട്രേസ് ചെയ്യുന്നത് പിന്നെയും സ്കാൻ ചെയ്യുന്നത് എന്താ പറയാ, റിഫ്രഷ് ചെയ്യുക അല്ലെ. അങ്ങനെ ഒരു സെക്കൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, 60-80 പ്രാവശ്യം റിഫ്രഷ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഇമേജസ് ഡിസ്പ്ലേഡ് ആവും. ഓക്കെ, അപ്പൊ ഇവിടെ ഡിസ്പ്ലേഡ് ആയിട്ടുള്ള ഇമേജ് എന്താണ്, ഒരു സർക്കിൾ ആണ്. ഇസ് ഇറ്റ് ക്ലിയർ നൗ? വേറൊരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ നമുക്ക് നോക്കാം. ഇസ് എ കമ്പ്യൂട്ടർ സ്ക്രീൻ. ഓക്കെ, അപ്പൊ CRT ആണിത്. CRT ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ പ്രൊജക്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. ബാക്ക് സൈഡ് കാണാം, നിങ്ങൾ പ്രൊജക്ട് ചെയ്ത് വെച്ചത് CRT-യിലാണ് റാസ്റ്റർ സ്കാൻ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. സോ ഇലക്ട്രോൺ ബീം വന്ന് സ്ക്രീനിൽ പതിച്ചു. അപ്പോൾ എന്താണ്, 1 ലൈൻ സ്കാൻ ചെയ്തു, നെക്സ്റ്റ് അങ്ങനെ സ്കാൻ ചെയ്തു ഇവിടെ എത്തി. അപ്പൊ തന്നെ നമ്മളൊരു പിക്ചറിന്റെ ഒരു കുറച്ച് ഭാഗം നമുക്ക് കാണാൻ പറ്റും ഇവിടെ അല്ലെ. അപ്പൊ നെക്സ്റ്റ് സ്കാൻ അങ്ങനെ ഇവിടുന്ന് സ്കാൻ ചെയ്തപ്പോൾ ഈ ഒരു ടൈപ്പ് പിക്ചറാണ് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ആ പിക്ചറിന്റെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇതെന്ത് ചെയ്യും, ഇപ്പൊ സ്കാൻ ചെയ്ത് നമ്മുടെ സ്ക്രീനിന്റെ ബോട്ടം റൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ വെർട്ടിക്കൽ റീട്രേസ്, ദാറ്റ് ഈസ് ഇലക്ട്രോൺ ബീം ഗോസ് ടു സ്ക്രീൻസ് ടോപ്പ് ലെഫ്റ്റ് കോർണർ, റൈറ്റ്. അപ്പൊ ആ ടോപ്പ് ലെഫ്റ്റ് കോർണറിന് വീണ്ടും അതെന്ത് ചെയ്യും, സ്കാൻ ചെയ്യും, റിഫ്രഷ് ചെയ്യുന്നു. അങ്ങനെ പെർ സെക്കൻഡിൽ 60 മുതൽ 80 ടൈംസ് അതെന്ത് ചെയ്യും, റിഫ്രഷ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് നമുക്ക് ഇമേജസ് കുറച്ച് സമയം സ്ക്രീനിൽ വ്യൂ ആയി നിൽക്കും. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ നൗ? നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ പ്രോസസ്സറിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിയാം. റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ പ്രോസസ്സർ. നമ്മൾ ഇതുവരെ പഠിച്ച എന്താണ്, റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ ആണ്. എങ്ങനെയാണ് റാസ്റ്റർ സ്കാനിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്? റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ പ്രോസസ്സിനെ കുറിച്ച് ഒരു ഡെഫിനിഷൻ. An important function of display process is to digitize a picture definition given in an application program into a set of pixel intensity values
for storage in a refresh buffer. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മളിപ്പം ഒരു ലൈൻ ഡ്രോ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പിക്ചർ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്പ്യൂട്ടറിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക ഏതിലൂടെയാണ്? ആപ്ലിക്കേഷൻ പ്രോഗ്രാമിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ആ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിൽ കൊടുത്തിട്ടുള്ള രീതിയിൽ നമ്മൾ ആ പിക്ചർ ഡെഫിനിഷനെ ഡിജിറ്റൈസ് ചെയ്യണം. കാരണം കമ്പ്യൂട്ടറിൽ എന്താ സ്റ്റോർ ചെയ്ത് വെക്കുക? ഡിജിറ്റൽ ഫോമിലാണ്. കാരണം ഓൾറെഡി അറിയുന്നതാണ്, കമ്പ്യൂട്ടറിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് ബൈനറി, ദാറ്റ് ഇസ് 0 and 1 ഡിജിറ്റ് ആണ് അല്ലേ? അപ്പൊ അങ്ങനെ ഡിജിറ്റൈസേഷൻ ആക്കിയിട്ട് എന്തിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തു? റിഫ്രഷ് ബഫറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലേ? പിന്നെ ഓരോ പിക്സലിന്റെ ഇന്റൻസിറ്റി വാല്യൂസും കാര്യങ്ങളൊക്കെ ഡിജിറ്റൈസ് ചെയ്തിട്ടാണ് വെക്കുന്നത്. This process is referred to as scan conversion. The purpose of display processor is to relieve the CPU from graphics jobs. അപ്പോൾ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശരിക്കും CPU ആണ്. CPU-നെയാണ് നമ്മൾ പ്രോസസ്സർ എന്ന് പറയുക, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേ പ്രോസസ്സർ നമ്മൾ പ്രത്യേകം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് CPU-നെ ഒഴിവാക്കി കൊടുക്കാം ഗ്രാഫിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബിന്ന്. ദ പർപ്പസ് ഓഫ് ഡിസ്പ്ലേ പ്രോസസ്സേഴ്സ് ഈസ് ടു റിലീവ് ദ CPU ഫ്രം ഗ്രാഫിക്സ് jobs. Display processor can perform various other tasks like creating different line styles create ചെയ്യാൻ പറ്റും using display processors, displaying color areas etc. അതൊക്കെ ഡിസ്പ്ലേ പ്രോസസ്സർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. Typically display processors are utilized to interface input devices such as mouse, joysticks. അപ്പോൾ ഏറ്റവും കൂടുതൽ വളരെ നന്നായിട്ട് മൗസുമായിട്ടും ജോയ്സ്റ്റിക്സും ഒക്കെ ആയിട്ട് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഡിസ്പ്ലേ പ്രോസസ്സറിന്. ഡിസ്പ്ലേ പ്രോസസ്സർ can utilize mouse and joysticks. Here ഇവിടെ നിങ്ങൾക്ക് ഡിസ്പ്ലേ പ്രോസസ്സറിന്റെ ഒരു പിക്ചറാണ് വെച്ചിട്ടത്. ആർക്കിടെക്ചർ ഓഫ് എ റാസ്റ്റർ ഗ്രാഫിക് സിസ്റ്റം വിത്ത് എ ഡിസ്പ്ലേ പ്രോസസ്സർ. Can see here the display processor. ഡിസ്പ്ലേ പ്രോസസ്സർ ആണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് വഴിയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത്? ആപ്ലിക്കേഷൻ പ്രോഗ്രാമിൽ ഈ ഡിസ്പ്ലേ പ്രോസസ്സർ മെമ്മറിയിൽ വെക്കുന്നു. അവിടെ നിന്നുള്ള ഡാറ്റ ഫ്രെയിം ബഫറിലേക്ക് കൊടുക്കുന്നു. ഫ്രെയിം ബഫറിൽ നിന്ന് ആ പിക്ചർ ഡെഫിനിഷൻ വീഡിയോ കൺട്രോളറിലേക്ക് കൊടുക്കുന്നു. വീഡിയോ കൺട്രോളർ ടു ദ മോണിറ്റർ. ഓക്കെ, next this advantages raster scan advantages nana real life images with different shapes can be displayed. Color range available is bigger than a random scan display. Color range ഒരുപാട് bigger ആണ്. നെക്സ്റ്റ് ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് റെസൊല്യൂഷൻ ലോവർ ആണ് റാൻഡം സ്കാനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ഈ റാസ്റ്റർ സ്കാനിന് മെമ്മറി കൂടുതലായിട്ട് വരും. പിന്നെ എല്ലാ പിക്സൽസിന്റെയും ഇന്റൻസിറ്റിയും സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. റാൻഡം സ്കാനിന് എല്ലാ പിക്സൽസിന്റെയും ഇന്റൻസിറ്റി സ്റ്റോർ ചെയ്യേണ്ട ആവശ്യകത ഇല്ല. ബട്ട് റാസ്റ്റർ സ്കാൻ സിസ്റ്റത്തിന് നമ്മുടെ സ്ക്രീനിലുള്ള എല്ലാ പിക്സൽസിന്റെയും ഇന്റൻസിറ്റീസും നമ്മുടെ ഫ്രെയിം ബഫറിൽ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. ഓക്കെ, താങ്ക് യു.